സർ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് പോലീസ് സ്റ്റേഷൻ്റെ അകത്തുള്ള ഒരു CCTV ദൃശ്യമാണ്. പ്രേക്ഷകർ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വളരെ എന്താണ്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കരളലിയിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടത്. അതായത് ഒരു ചെറുപ്പക്കാരൻ, ഒരു നിഷ്കളങ്കനായിട്ടൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം പിന്നീടാണ് അതറിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എന്നൊക്കെ അറിയുന്നത് പിന്നീടാണ്. അദ്ദേഹത്തിനെ ഒരു 4 പോലീസുകാർ ചേർന്ന് വളരെ മൃഗീയമായിട്ട് വളരെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് എന്താ പറയുക, ഹൃദയമുള്ള ആർക്കും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രത്തോളം ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷണം തരേണ്ട ഒരു ഇതാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എങ്ങനെയാണോ നോക്കേണ്ടതെന്ന്, ഇങ്ങനെയാണോ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പോലീസിനെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. അത് എന്തിനാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞതാണ്, പോലീസിനെ ചോദ്യം ചെയ്തു. പോലീസ് കുറച്ച് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ, കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ എന്തിനാണ്, നിങ്ങളുടെ അറസ്റ്റ് വാറണ്ട് എവിടെ, എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. അതിനാണ് അദ്ദേഹത്തിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞു, ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്കിത് വളരെ എന്താണ്, ദൃശ്യം കണ്ട ആ ഒരു രാത്രി നമുക്കത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത്രയും അത് വളരെ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു. എന്തായാലും ഇത് 2023 നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തെടുത്തത്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് അറിയപ്പെടുന്ന എനിക്ക് തോന്നി, ഇവിടെ പ്രതിപക്ഷമില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്, എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷേ കൂട്ടത്തിലൊരുത്തനെ തല്ലിച്ചതച്ചിട്ടും ഇവിടെ അതിനുവേണ്ടി ഇറങ്ങാത്ത പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കിട്ടിയ കാഴ്ച, തിരുവോണത്തിൽ മുഖ്യമന്ത്രിയുമായിട്ടിരുന്ന് സദ്യ കഴിക്കുന്ന VD സതീശനെയാണ്. എന്നിട്ട് ആ കയ്യിലെ സാമ്പാറിൻ്റെ മണം മാറുന്നതിന് മുന്നേ പിറ്റേ ദിവസം ഒരു ഉളുപ്പുമില്ലാതെ ഇയാൾ പോയി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനെ പോയി കെട്ടിപ്പിടിക്കുന്നതും കണ്ടു. അപ്പോൾ ഇതൊക്കെ ആരെ കാണിക്കാനാണ്, ആരെ ബോധ്യപ്പെടുത്താനാണ് ഇവരൊക്കെ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഇത് ആത്മരോഷം കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് പിന്നെ ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു നടക്കുന്ന ആളിന് ഈ ഒരു സ്ഥാനത്തിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ സാർ? കേരള സമൂഹത്തിന്റെ മൊത്തം, അത് പറഞ്ഞില്ലേ, മനുഷ്യൻ എന്ന് പറയുന്ന മനനം ചെയ്യാൻ കഴിയുന്ന ജീവികളുടെ മുഴുവൻ ആത്മരോഷമാണ്. ഒരാൾക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കണ്ടത്, ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. 2023 2 വർഷം മുമ്പാണ് ഇത് ചെയ്തത്, ഈ ക്രൂരത ചെയ്തത്. ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് കുന്നംകുളത്ത് സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന് എന്തോ മണ്ഡലം പ്രസിഡന്റ് ആണ് അയാൾ, അത്രയേ ഉള്ള അയാൾ. പക്ഷെ അയാൾ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ആളാണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും, ഇപ്പൊ ഒരാൾക്ക് രക്തം വേണം, അല്ലെങ്കിൽ സഹായം വേണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെടുന്ന ഒരു ബാലേട്ടൻ സ്വഭാവക്കാരനായിരുന്നു ഇയാൾ, എല്ലാത്തിലും ഇടപെടുമായിരുന്നു. അങ്ങനെ രാത്രിയിൽ അസമയത്ത് എന്തോ കോൺഗ്രസ്സുകാരെയോ ഇയാളുടെ സുഹൃത്തുക്കളെയോ വഴിയിൽ നിന്ന് പോലീസുകാര് ഇങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ അവിടെ സംഭവ സ്ഥലത്ത് ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളോട് ചോദിക്കുന്നത്, പിന്നെ ഇയാൾ പറഞ്ഞു, എന്തിനാണ് സാർ, അവർ പാവങ്ങളാണ്, പിള്ളേരങ്ങ് പൊക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പോലീസുകാർ അടങ്ങുന്നില്ല. പോലീസുകാർ എപ്പോഴും ചോദിച്ചാൽ നീ ആരടാ ചോദിക്കാമെന്നും പറഞ്ഞ് സുജിത്തിന്റെ നേരെയായി ആക്രമണം. അയാളോട് തട്ടിക്കയറി അയാളുടെ ഷർട്ടേ കയറി പിടിച്ചപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു, എന്തിനാ സാറേ എന്നെ ഷർട്ടേക്ക് പിടിക്കുന്നത്, എന്നെ പിന്നെ വിട്ടേര്, ഞാനത് ചോദിക്കാൻ വന്ന ഒരാളെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പോലീസിന്റെ സ്വഭാവമല്ലേ, ഈ 4 മൃഗങ്ങള്, 4 അല്ല 5 മൃഗമുണ്ട്. ഒരു മൃഗം ഇപ്പം ജോലി രാജിവെച്ചിട്ട് പിന്നെ റവന്യൂ വകുപ്പിൽ ചേർന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിദ്വാനം ഉണ്ട് ഇതിനകത്തില്. ഇപ്പൊ 4 പേര്, ഇവർ 5 പേര് ചേർന്ന, അതിൽ ഡ്രൈവറായിരുന്നു, പോലീസ് ഡ്രൈവറായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അതിക്രൂരം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ മർദ്ദനമാണ്. അതിന്റെ കുറച്ചൊക്കെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. ഇനിയുണ്ടെന്നാണ് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇനിയുണ്ട്. എന്നെ അവിടെ ചെയ്തത്, എന്നെ ജീപ്പിനകത്ത് വെച്ചും അതേപോലെ തന്നെ സ്റ്റേഷന്റെ താഴത്തെ നിലയിലും 1ാം നിലയിലും കൊണ്ടുപോയി ക്രൂരമായ മർദ്ദനമാണ് എനിക്ക് അനുഭവിക്കേണ്ടി വന്നത്. നമ്മൾ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടിട്ടുണ്ടായിരുന്ന കാലിന്റെ വെള്ളയ്ക്ക് ചൂരല് കൊണ്ട് അടിക്കുക, ഗരുഡം തൂക്കം, ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അത്തരം വൈകൃത മനസ്സുള്ള 50 വർഷം മുമ്പ് വൈകൃത മനസ്സുള്ള പോലീസുകാര്, ആ മനസ്സുള്ള പോലീസുകാർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാന പോലീസ് സേനയിൽ ഉണ്ടെന്നാണ് ഈ സുജിത്തിന്റെ വെളിപ്പെടുത്തൽ ഇന്ന് വന്നിരിക്കുന്നത്. അത്രയേറെ മനസാക്ഷിയുള്ളവരെ മുഴുവൻ കരയിപ്പിച്ച ദൃശ്യമായിരുന്നത്. ആ കേസിൽ എന്തായാലും ഉടൻ തന്നെ മേലധികാരി രക്ഷിച്ചു കേട്ടോ, മേലധികാരി പോലീസുകാരെ രക്ഷിച്ചു. പിന്നെ ജില്ലാ സൂപ്രണ്ട് വരെയുള്ള, പോലീസ് സൂപ്രണ്ട് വരെയുള്ളവരുടെ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾ മദ്യപിച്ചിട്ട് വന്നു എന്ന് വരെയാണ്. സുജിത്ത് മദ്യപിച്ചിട്ട് വന്ന് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ 2 എണ്ണം കഴിച്ചിട്ടാണ് ഇയാൾ വന്നതെന്നുള്ള മട്ടിലാക്കി കളഞ്ഞ കേസ്.
എന്തായാലും ഇപ്പൊ തുടരന്വേഷണം വന്നു. 4 പേരെ നമ്മുടെ റവദ ചന്ദ്രശേഖർ അദ്ദേഹം 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസാക്ഷി മുഴുവൻ കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്നത് കേട്ടോ, അവന്മാരെ സസ്പെൻഡ് ചെയ്താൽ പോരാ, നാലെണ്ണത്തിനെ റവന്യൂവിലേക്ക് പോയവനെ തിരിച്ചു പിടിക്കണം, പിടിച്ചിട്ട് അവന്മാരെ പിരിച്ചുവിടണം, ഇവരെ പിരിച്ചുവിടണം. ഇവരെ ഒന്നും പോലീസ് എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ള, പോലീസിനെ നല്ല ഒരിടത്ത് പോലും ഇവന്റെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ആളുകളാണ് അവന്മാർ. അത്ര ക്രൂരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. അങ്ങനെ മനസാക്ഷി മുഴുവൻ ഈ 4 പേർക്കെതിരെ തിരിഞ്ഞ സമയത്താണ് നമ്മൾ പറഞ്ഞില്ലേ, അന്ന് ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. ആ ദിവസമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓണസദ്യ. ആ ദിവസമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രി ഓണസദ്യ നടത്തിയിരുന്നു അവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഓണസദ്യ നടത്തി. സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും അദ്ദേഹം നടത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ അയൽക്കാരൻ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ തൊട്ടയലത്ത് താമസിക്കുന്ന, അങ്ങനെയാണല്ലോ നമ്മൾ അയലത്തുകാരെയൊക്കെ വിളിക്കുമല്ലോ, ഓണസദ്യക്ക് വിളിക്കുന്ന കൂട്ടത്തിൽ സതീശനെ വിളിച്ച അല്ലല്ലോ. അങ്ങനെ ഒരു അയൽക്കാരൻ എന്നുള്ള മട്ടിലല്ല പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അടുത്തുള്ള വലിയ സർക്കാർ വീടായ കന്റോൺമെന്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്ലിഫ് ഹൗസിലെയും കന്റോൺമെന്റ് ഹൗസിലെയും 2 അയൽക്കാർ പങ്കെടുത്ത ഓണസദ്യയാണ് അവിടെ നടന്നത്. സ്വാഭാവികമാണ്, നല്ലതാണ്, നല്ല കാര്യങ്ങളാണ്. ഓണത്തിന് ഒരു വിശേഷ ദിവസം ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇവരുടെ ചിത്രം പുറത്തു വന്നു. മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ ആസ്വദിച്ച് കഴിക്കുന്ന, മുമ്പേ വിജയ് പറഞ്ഞ പോലെ സാമ്പാറും അവിയലും പുളിശ്ശേരിയും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പുറത്തു വന്ന ശേഷം നമ്മുടെ കെ സുധാകരൻ MP, അദ്ദേഹം MP ആണ്, അതേപോലെ KPCC അധ്യക്ഷനായിരുന്നു. കണ്ണൂരിലെ കോൺഗ്രസിന്റെ തീപ്പൊരിയാണ് അദ്ദേഹം, കോൺഗ്രസിന്റെ തീപ്പൊരിയായ നേതാവുമാണ്. ഈ അടുത്ത സമയത്താണ് ഒരു അധ്യക്ഷ പദവി എന്നൊക്കെ അദ്ദേഹം മാറുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഒരിക്കലും VD സതീശനെ ചെയ്തത് ശരിയായില്ല. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം പോയി ഈ പറഞ്ഞതുപോലെ പരിപ്പും പപ്പടവും പുളിശ്ശേരിയും കഴിക്കേണ്ടിയിരുന്നില്ല. ഞാനാണെങ്കിൽ അത് ചെയ്യുകയില്ല, ഞാനാണെങ്കിൽ പോവുകയില്ല, ഒരു കാരണവശാലും ഞാൻ ആ ശ്രദ്ധിക്കാൻ പോവുകയില്ല. അതിനകത്തിൽ ചില എന്തെങ്കിലും വിരോധങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ വരാം. പക്ഷേ ഒരു കോൺഗ്രസ് അല്ലേ, എന്റെ സിരകളിൽ ഓടുന്ന കോൺഗ്രസ് സംസ്കാരത്തോടെ ആ ചെറുപ്പക്കാരനോട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പ്രതിപക്ഷ നേതാവ് പോയി സദ്യ കഴിച്ചു. അതിനുശേഷം പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസമാണ് അദ്ദേഹം കുന്നംകുളത്ത് ചെന്ന് ഈ പറയുന്ന ഈ പയ്യനെ ചെന്ന് കാണുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മർദ്ദനമേറ്റ ആ യുവാവിനെ ചെന്ന് കാണുന്നുണ്ട്. അദ്ദേഹത്തെ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഇപ്പൊ ചേർത്ത് നിർത്താണല്ലോ, എല്ലാവരുടെയും പരിപാടി ചേർത്ത് നിർത്തിക്കളയും. നമ്മൾ പറഞ്ഞില്ലേ, വളരെ സൂക്ഷിച്ച് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇവര് ചേർത്ത് നിർത്താൻ വരുമ്പോ കഴിയുന്നതും മാറി നിൽക്കുക, അതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പയ്യനെ ചേർത്ത് പിടിച്ചു, ഈ യുവാവിനെ ചേർത്ത് പിടിച്ചു പ്രതിപക്ഷ നേതാവ്. ഇപ്പൊ അതിന് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാല്, അങ്ങനെ മാറി ചേർത്ത് പിടിച്ച സമയത്ത് സുഹൃത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ, നിങ്ങളുടെ കയ്യില് സതീശന്റെ കയ്യില് സാമ്പാറോ അവിയലോ വല്ലോ മണത്തോന്നാണ്, സാമ്പാറിന്റെ മണം ഉണ്ടായിരുന്നു എന്നാണ് അവര് ചോദിക്കുന്നത്. ശരിയാണ്, ശരിയായൊരു ചോദ്യം തന്നെയാണ് അവിടെ വരുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുള്ള കാര്യത്തില് മനസാക്ഷിയുള്ള എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരിക്കും. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം, നമുക്കത് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണ് സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഒരു പുകയെടുക്കുക. അത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു. പണ്ടത്തെ കാലത്ത് ഈ കാരണവന്മാരുടെ പുകയെടുപ്പ് എന്ന് പറഞ്ഞ ഒരു ബീഡിയാണ്, കട്ടൻ ബീഡി. ഒരു നല്ല സദ്യയൊക്കെ അഴിച്ച് പായസമൊക്കെ കുടിച്ച് ഒരു ഏമ്പൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് കട്ടൻ ബീഡി വലിക്കുക, 2 പുക ഊതുക എന്ന് പറയും. മലബാറിലൊക്കെയാണ് പുക ഊതുക. അങ്ങനെ പുക ഊതുന്നതിന് വേണ്ടിയൊക്കെ ഇതിന് നിൽക്കുന്ന ഒരു വിവാദങ്ങളിലേക്കാണ് ഇപ്പൊ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിവാദം വന്നുപെട്ടിരിക്കുന്നത് PT ബൽറാം എന്ന് പറയുന്ന MLA-യിലേക്കാണ്. അത് ഈ പറഞ്ഞതുപോലെയാണ്, അദ്ദേഹം നല്ല വിവരമുള്ള, നല്ല ഭാവി, നല്ല വാഗ്ദാനമായ MLA ആണ്. അദ്ദേഹത്തിനായിരുന്നു കോൺഗ്രസിന്റെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ ഡോക്ടർ സരിൻ, പാലക്കാട്ടുകാരനായ ഡോക്ടർ സരിനായിരുന്നു അതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ ഒക്കെ നടത്തി മതിയായെന്ന് തോന്നുന്നു. മതിയായതുകൊണ്ട് അദ്ദേഹം അത് രാജിവെച്ച് കളഞ്ഞിട്ട് അവസാനം LDF-ലേക്ക് പോയി. LDF-ലേക്ക് പോയ സമയത്ത് ഒരു താൽക്കാലിക ചുമതലയോ കൈമാറ്റമോ മറ്റോ ആയിരുന്നു ബൽറാമിനുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്തൊരു പോസ്റ്റ് കയറി വന്നു. ഈ പോസ്റ്റാണ് ഇപ്പൊ വിവാദമായിരിക്കുന്നത്. നമ്മുടെ GST നിരക്ക് കുറച്ച കൂട്ടത്തില് ഈ ബീഡി, സിഗാർ ഇങ്ങനൊക്കെ ചില ലഹരി വസ്തുക്കളുടെ ടാക്സ് നന്നായിട്ട് കുറച്ചു. ടാക്സ് വളരെ കുറവ് വരുത്തി ഇതിനകത്ത്. അതിലാണ് ഇപ്പൊ പ്രശ്നമായത്. ആ സമയത്ത് ബീഹാർ ഇലക്ഷൻ വരികയാണല്ലോ. ബീഹാർ ഇലക്ഷൻ അല്ലെങ്കിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ അമ്മയെ കുറിച്ചുള്ള പരാമർശം
പരാമർശം ഒരു RJD-കാരനോ കോൺഗ്രസ്സുകാരനോ ഒക്കെ നടത്തിയതിന്റെ പേരിൽ ബീഹാർ ആകപ്പാടെ ഇളകി മറിഞ്ഞ് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി അത്രയും ദിവസം 2 ആഴ്ചയോളം ബീഹാറിൽ ഇളക്കി മറിച്ച് നടത്തി ജാഥ നടത്തിയതിന്റെ റിസൾട്ട് എല്ലാം ആ ഒരൊറ്റ പ്രസ്താവനയെ കൊണ്ട് കളഞ്ഞു. അത് മൊത്തത്തിൽ തിരിച്ചടിയായിട്ട് മാറി നിൽക്കുന്ന അവസരത്തിലാണ് നമ്മുടെ എക്സില് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ വരുന്ന പ്രസ്താവന വരുന്നത്. ബീഹാർ 2 ബിയിലാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ BDയും ബീഹാറും ഇതിങ്ങ് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ പറഞ്ഞ ഇതൊരു പാപമല്ല എന്നുള്ളൊരു മട്ടിലാണ് ഈ പ്രസ്താവന കയറി വന്നത്. അപ്പൊ ശരിക്കും നരേന്ദ്രമോദിയെ കളിയാക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ വിവാദമായി സംഭവം കയറിയും കത്തുകയാണ് ഇപ്പോഴും. കത്തിയിട്ട് ഇതിവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ബീഹാറിൽ പറഞ്ഞെന്നാണ് പറയുന്നത്. ഇപ്പൊ RJD ലാലു പ്രസാദൊക്കെ മുറുക്കി തുപ്പിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അയാളുടെ ആ തലമുറയിലുള്ള ആളുകൾ ബീഡി വലിക്കാരായിരിക്കും അല്ലേ. അയാളുടെ മകനും ഒക്കെ, അയാളുടെ മകന് തേജസ്വി യാദവും ബീഹാറിലെ RJD നേതാക്കന്മാരൊക്കെ ശക്തമായ പ്രതിഷേധം ചെയ്തു കളഞ്ഞു. കോൺഗ്രസിന്റെ കേരളത്തിലെ പോസ്റ്റിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത്. ഈ സമയത്ത് വീണ്ടും പ്രശ്നമായി. കോൺഗ്രസിനകത്തിലെ രണ്ടാമത്തെ പ്രശ്നം ഇതാ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിനകമാണ് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു, VT ബൽറാമിനോട് ഒഴിയാൻ പറഞ്ഞിരിക്കുകയാണ്. ഒഴിയാൻ പറഞ്ഞപ്പോ ബൽറാമിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിട്ട് അതിന് അദ്ദേഹത്തിന് ചാർജ് ഒന്നുമില്ലല്ലോ, ചാർജ് ഒന്നും ഇല്ലാത്ത ആള് പിന്നെ ഇവിടെ നിന്ന് ഒഴിയാനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞിട്ട് ഓണസദ്യ ഉണ്ട് വന്നൊരു മെഗവും അല്ലെങ്കിൽ രണ്ടാമത് ഈ ബീഡിപ്പുകയും കൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കേരളത്തിൽ വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചർച്ചകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ സംഭവം കൂടി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനോടൊന്ന് കുട്ടി വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രിക്ക് ഓണക്കോടി സമ്മാനിക്കാനും അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് പോയെന്നാണ് പറയുന്നത്. അതിന്റെ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രി ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛന്റെ ആരോഗ്യവും ക്ഷേമകാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചെന്നാണ് പറയുന്നത്. അച്ഛൻ വെള്ളാപ്പള്ളി നടേശൻ സുഖമല്ലേ? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണല്ലോ അദ്ദേഹത്തിന്റെ അച്ഛൻ. സുഖമല്ലേ? അപ്പോഴാണ് ഈ ശബരിമല ചർച്ചകൾ ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുകയാണല്ലോ, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പൊ ഇദ്ദേഹം പമ്പയിൽ പോകും, പമ്പയിലെ ആഗോള സംഗമത്തിൽ വെള്ളാപ്പള്ളി പോകും എന്നൊക്കെ ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രി എന്ത് അർത്ഥത്തിലാണ് ചോദിച്ചതെന്നറിയത്തില്ല. ഒരു പക്ഷെങ്കില് സൗഹൃദപരമായിട്ട് ചോദിച്ചതാകാം. പമ്പയിലേക്കൊക്കെ പോകുന്നുണ്ടോ അദ്ദേഹം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. രണ്ടും 2 രാഷ്ട്രീയമാണ്. BDJSന്റെ രാഷ്ട്രീയവും വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയവും രണ്ടാണെങ്കിലും അവർ അച്ഛനും മകനും ആണല്ലോ, ഒരേ വീട്ടിലെ 2 അംഗങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് തുഷാർ പെട്ടെന്ന് പോയിട്ട് ഇപ്പൊ ബീഹാറിലെ പ്രശ്നങ്ങൾ പോലെ കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം ഡൽഹിയിൽ അവിടെ ചെന്ന് വെച്ച് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയും ഒക്കെ കാണേണ്ട കാര്യങ്ങളുണ്ടോ? എന്തായാലും കുറച്ചത് പാർലമെന്റ് ചേരാൻ പോവുകയാണ്, പാർലമെന്റ് സമ്മേളനവും മറ്റു കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് എന്തെങ്കിലും ചില വാർത്തകൾ, അപ്രതീക്ഷിത വാർത്തകൾ പ്രതീക്ഷിക്കാം, തുഷാറുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകൾ പ്രതീക്ഷിക്കാമെന്നാണ് ചില നിരീക്ഷകന്മാർ അഭിപ്രായപ്പെടുന്നത്. ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് വന്നതുകൊണ്ട് ഇതോടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് ആ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം എന്ന് പറഞ്ഞത്.